12 പേരുണ്ടല്ലോ ക്യാപ്റ്റൻ. അതാടാ ഞാൻ വിളിച്ചോമാരെല്ലാം വരുന്നു ഞാൻ വിചാരിച്ചോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നീ ക്യാപ്റ്റൻ, ഞാൻ വൈസ് ക്യാപ്റ്റൻ, നീ പോയി ഒഴിവാക്ക്. അളിയാ നമ്മൾ ഇന്ന് ഒരാൾ കൂടുതലാണ്. നീ ഒരു കളി പുറത്തിരിക്കാവും. ഇതൊക്കെ അല്ലട ഒരു ടീം സ്പിരിറ്റ്. ക്യാപ്റ്റാ പെമ്പർന്നവരുടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇന്ന് കളിക്കാൻ വന്നേക്കണേ. പണ്ടാണെങ്കിൽ അമ്മ, ഇപ്പോഴാണെങ്കിൽ ഇതേ ഭാര്യ. അന്നും ഇന്നും എന്നും എൻ്റെ വിധി ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കൊല്ലാതല്ല, എന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റുമോ? നീ കഴിഞ്ഞ ആഴ്ച എല്ലാ കളിയും കളിച്ചല്ലേ, ഒരു കളി നീ മാറിക്കോ. നിനക്കേ ടീം സ്പിരിറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നടക്കില്ല ക്യാപ്റ്റൻ, നടക്കില്ല. കഴിഞ്ഞ ആഴ്ച ജോമിന് എൻ്റെ ഒരു ഓവറിൽ 38 റൺസ് അടിപ്പിച്ചിട്ട് കളി ജയിപ്പിച്ചത്. ഈ ആഴ്ച ഞാൻ അവൻ്റെ ഓവറിൽ 3 സിക്സ് അടിച്ചിട്ട് ഞാൻ തിരിച്ച് ജയിപ്പിക്കുന്നു. എൻ്റെ മീശയ്ക്ക് ഞാൻ പറ്റി വെച്ചിട്ടുള്ളതാണ്. മീശയാണ് ക്യാപ്റ്റൻ, നടക്കില്ല. എടാ ടോണി, നീ എന്നെ നോക്കണ്ട, ഞാൻ മാറില്ല. എടാ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? 12 പേരുണ്ട്, ഒരാൾ മാറാതെ നമുക്ക് കളിക്കാൻ പറ്റൂല. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ ടീം സ്പിരിറ്റ് എന്ന് എനിക്ക് ഇന്ന് അറിയണം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടീം സ്പിരിറ്റ് നിനക്കാം. പിന്നല്ല ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ, നമ്മുടെ ക്യാപ്റ്റനെ ഏറ്റവും കൂടുതൽ ടീം സ്പിരിറ്റ്. ഈ കളി ഞാൻ തന്നെ ക്യാപ്റ്റൻ ആയിക്കോളാം. ഞാൻ പോയി ടോസ് ഇട്ട് വരാം. വാടാ പിള്ളേർ. പിന്നല്ല ക്യാപ്റ്റാ, എന്നാടാ ടോസ് കിട്ടാൻ പ്രാർത്ഥിക്കണേ ക്യാപ്റ്റാ. ടീം സ്പിരിറ്റ് അല്ല ക്യാപ്റ്റാ എല്ലാത്തിലും വരുന്നത്. ശരിയെന്നാ.